എത്ര വലിയ പ്രതിസന്ധികളിലൂടെ മനുഷ്യൻ കടന്നുപോയാലും ആ പ്രതിസന്ധികൾക്ക് വിരോധമായി സംസാരിക്കാൻ ഒരുവന്റെ അകത്തെ വിശ്വാസത്തിന് കഴിയുന്നെങ്കിൽ ആ പ്രതിസന്ധിയെ അവൻ ജയിച്ചിരിക്കും. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. 118 സങ്കീർത്തനം അതിന്റെ 17 വാക്യം. ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. കൺമുമ്പിൽ വെളിപ്പെട്ടു നിൽക്കുന്ന അനർത്ഥം, പ്രതിസന്ധി, പ്രതികൂലം തലപൊക്കി നിൽക്കുമ്പോൾ ഭക്തൻ പറയുകയാണ്, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. എന്തു സംഭവിക്കുമെന്ന് പറഞ്ഞോ അത് സംഭവിക്കത്തില്ലെന്ന് താൻ തന്നെ വാഗൊണ്ട് പറയുക. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാര് പറയുന്നത് വിശ്വസിച്ച്, സ്നേഹിതര് പറയുന്നത് വിശ്വസിച്ച്, പിശാച് പറയുന്നത് വിശ്വസിച്ച് നിങ്ങൾ തലകുനിച്ചിരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് പകൽ ദൈവം നിന്നോട് സംസാരിക്കുക. നിനക്കെന്തു സംഭവിക്കുമെന്ന് പറഞ്ഞോ? സ്തോത്രം. അതിന് ഓപ്പോസിറ്റായിട്ട് സംസാരിക്കാൻ നിന്റെ നാവുകൾക്ക് ദൈവം ബലം തരട്ടെ. ബൈബിളിൽ ഒരു സ്ത്രീയുണ്ട്, അവൾ മരിക്കത്തക്ക രോഗം അവളിൽ പിടിച്ചിരിക്കുക. ഓരോരോ ഹോസ്പിറ്റലുകളിൽ മാറി മാറി അവൾ ട്രീറ്റ് ചെയ്യുക. എല്ലാ മെഡിക്കൽ റിപ്പോർട്ടും ഡോക്ടറുടെ മേശപ്പുറത്ത് വരുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഈ രോഗത്തിന് ശമനം കിട്ടുകയില്ല, ഈ രോഗം വിട്ടുമാറുകയില്ല. ഉള്ള പണമെല്ലാം വൈദ്യശാലകളിൽ കൊടുത്തു, ഡോക്ടർമാർക്ക് കൊടുത്തു, ഹോസ്പിറ്റലിൽ കൊടുത്തു. അവൾ ഓരോ ദിവസവും ദാരിദ്ര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും അവൾ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുക. ഒരു ദിവസം അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. എന്താണ് കേട്ടതെന്ന് അവിടെ വ്യക്തമല്ല, പക്ഷേ അവിടെ അനുഭവത്തിൽ നിന്ന് പറയാം, ഏതു മെഡിക്കൽ സയൻസ് തള്ളിയ വിഷയവും സൗഖ്യമാക്കുന്ന ഒരു യേശുവുണ്ട്. അവൾ യേശുവിന്റെ പുറകെ നടക്കുകയാണ്. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, അവസരം കിട്ടിയാൽ ആ വസ്ത്രത്തിന്റെ തൊങ്ങലൊന്ന് തൊടണം, എനിക്ക് സൗഖ്യമാകണം. അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ, മെഡിക്കൽ റിപ്പോർട്ടുകളെല്ലാം പറയുന്നില്ലേ നീ സൗഖ്യമാകത്തില്ലെന്ന്? പക്ഷേ ഇവളോട് പറഞ്ഞയാൾ പറഞ്ഞു, യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ സൗഖ്യമാണ്. അവൾ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ബൈബിൾ അറിയാത്തവർക്കറിയാം, അവൾ ആ നിമിഷം സൗഖ്യമായി. എന്തു സംഭവിക്കുമെന്ന് പറഞ്ഞോ അത് സംഭവിക്കത്തില്ലെന്ന് അവിടെ ഉള്ളിൽ പറയാൻ തുടങ്ങിയപ്പോൾ അവൾ വിജയിക്കാൻ തുടങ്ങി. സ്നേഹിത, ചിലത് സംഭവിക്കുമെന്ന് ചിലര് പറഞ്ഞത് കേട്ട് നീ ഡൗൺ ആകരുത്. നിന്റെ ഉള്ളിലെ പരിശുദ്ധാത്മാവ് പറയണം നിന്നോട്, അങ്ങനെ സംഭവിക്കില്ല, ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അങ്ങനെ പറയാൻ നിന്റെ നാവുകൾക്ക് ബലം തരട്ടെ. ഞാൻ നശിക്കത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ പരാജയപ്പെടത്തില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. നിങ്ങളും എന്നോട് ചേർന്ന് അങ്ങനെയൊന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, തകരുന്ന സാഹചര്യം കൺമുമ്പിൽ കൊണ്ടിട്ടിട്ട് തകർച്ചയുടെ വിധി എഴുതുന്ന ദുഷ്ടന്റെ കുതന്ത്രങ്ങൾ ഇന്നത്തെ പ്രാർത്ഥനയിൽ മാറിപ്പോകട്ടെ കർത്താവേ. ഈ ജനം വിശ്വാസം പറഞ്ഞ് എഴുന്നേൽക്കട്ടെ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സാഹചര്യങ്ങൾക്കെതിരെ സംസാരിക്കുക, സാഹചര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക. നിന്നെ ദൈവം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലെസ്.